2 ദിവസമായിട്ട് നിൽക്കാതെ മഴ പെയ്യായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒന്ന് തോർന്ന് കണ്ടത്. ഇന്ന് എനിക്ക് 2 to 11 ഷിഫ്റ്റാണ്. സോ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ആദ്യമേ തന്നെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ബ്രഷ് ചെയ്ത് വരാം. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് 2 എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കാനായിട്ട്. അങ്ങനെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചു. പിന്നെ അപ്പോഴേക്കും പാല് തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് പാൽ അതിൽ രാഹുലേട്ടന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ തിളപ്പിച്ചു കേട്ടോ. പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്ത് വന്നപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട്. ഒരു ബനാന ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്തതും പിന്നെ 5 ബദാം തലേദിവസം സോക്ക് ചെയ്തത് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ബയോട്ടിൻ ലഡുവാണ് കേട്ടോ. നല്ല കടുപ്പത്തിൽ ആറ്റിയെടുത്തൊരു ചായയും. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മതിയെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് അത്യാവശ്യം റിച്ചാണ്. പിന്നെ നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. ഇന്ന് രാത്രിക്കും എനിക്ക് ഫുഡ് കൊണ്ടുപോകണം. സോ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് മീൻ എടുത്തിട്ട് ഫിഷ് തലേദിവസം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു കുറച്ച് അധികം ഡ്രസ്സ് ഒന്ന് വാഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ ഇടാൻ വിചാരിച്ചു കേട്ടോ. കണ്ട് ഇത്രയും ഡ്രസ്സുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് വാഷ് ചെയ്തെടുക്കണം പോകുന്നതിന് മുമ്പ്. 2 മണിക്കാണ് ഷിഫ്റ്റ്. സോ അതിന് മുമ്പായി നമുക്ക് ഇത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേക്കും വെള്ളം തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് അത് അടച്ച് വെച്ച് വേവിക്കും. അപ്പോഴേക്കും ചോറായിട്ടുണ്ടാവും. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഓർത്തു കുറച്ച് പ്രോൺസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അതിലേക്ക് കുറച്ച് ഉപ്പും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ അയലക്കറി ഉണ്ടാക്കുമ്പോഴേക്കും അതൊന്ന് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ 3-4 തക്കാളി എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് പാത്രങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുത്ത എല്ലാ പാത്രങ്ങളും കഴുകി അവിടെ ക്ലീൻ ചെയ്തിടാം. അല്ലെങ്കിൽ ലഞ്ച് കൂടെ കഴിയുമ്പോഴേക്കും കൂമ്പാരമായി മാറും. അപ്പോൾ അത് വേറെ നിൽക്കണം നമ്മൾ പാത്രം കഴുകാൻ. അതിലും ബെറ്റർ ഇപ്പോഴേ കഴുകി വെച്ചാൽ പിന്നെ ബാക്കിയുള്ളത് കഴുകിയാൽ മതിയല്ലോ. അപ്പോഴേക്കും ചോറായപ്പോൾ ഞാൻ ചോറ് പെട്ടെന്ന് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ തക്കാളി വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ചൂടാറാൻ വേണ്ടി ഓഫ് ചെയ്ത് വെച്ചു. ഇനി ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കേണ്ട. അപ്പോൾ അതിനുള്ള തേങ്ങ ഞാൻ ചിരകി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് ചൂടാറി വന്നപ്പോൾ തക്കാളിയുടെ ആ ഒരു മിക്സ് ഇതേപോലെ അരച്ച് വെള്ളം ഒഴിച്ച് 3-4 പച്ചമുളകും കൂടി ഇതുപോലെ കീറി അത് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാൻ തേങ്ങാപ്പാലല്ല ആഡ് ചെയ്യുന്നത്, തേങ്ങ അരച്ച് അത് മുഴുവനായിട്ട് ചേർക്കുകയാണ്. സോ ഒരു 3-4 ചെറുള്ളി, കുറച്ച് തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് തിള വരുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണ തിളച്ചതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പ്രോൺസ് ഫ്രൈ ചെയ്യാൻ വേണ്ടി അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തിള വന്നപ്പോൾ അയല അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ അയലക്കുട്ടന്മാരും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ച് പുളിവെള്ളം ചേർത്തപ്പോൾ നല്ല തിള വന്നപ്പോൾ മീൻകറി റെഡി കാച്ചി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.